Hello everyone, welcome to another weekly market analysis video. You are listening to Anand and this is Stock Market Kerala. So Nifty, our Nifty last Friday Nifty വീണ്ടും 80H ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓൾ ടൈം ഹൈ നിഫ്റ്റി വീണ്ടും ബ്രേക്ക് ചെയ്ത് നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ നിലവിലത്തെ ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് 21,926 ആണ് നിഫ്റ്റിയുടെ നിലവിലത്തെ ഓൾ ടൈം ഹൈ. സോ നമ്മൾ നിഫ്റ്റിയിൽ ഒരു വീക്ക്ലി ടൈം ഫ്രെയിം നോക്കുകയാണെങ്കിൽ വീക്കിന്റെ ഫസ്റ്റ് ഹാഫ് എന്തായിരുന്നു? ബെയറിഷ് ആയിരുന്നു. സെക്കൻഡ് ഹാഫ് ഞാൻ സെക്കൻഡ് ഹാഫ് എന്ന് പറയില്ല, ഒരു നമ്മുടെ ഫ്രൈഡേ മാത്രമാണ് നിഫ്റ്റി ഒരു കാണത്തക്ക രീതിക്കുള്ള വളരെ നല്ലൊരു ബുള്ളിഷ് മൂവ്മെന്റ് നമുക്ക് വെള്ളിയാഴ്ച തന്നത്. സോ നിഫ്റ്റി നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു കൺസോൾട്ടേഷൻ റേഞ്ച് കഴിഞ്ഞിട്ട് നിഫ്റ്റി അറൌണ്ട് 247 പോയിന്റ്സ് എബവ് ആണ് നിഫ്റ്റി ക്ലോസ് ചെയ്ത് പുതിയ ഓൾ ടൈം ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്തു. സോ അതിന് ആ ഒരു ബ്രേക്ക് ഔട്ടിന് എന്താണ് ഒരു മേജർ പങ്ക് വഹിച്ച ഒരു സെക്ടറാണ് ഇറ്റ് ഈസ് ഐ ടി സെക്ടർ. ആ സെക്ടറിൽ മാത്രം അറൌണ്ട് 5.14% മൂവ്മെന്റ് തന്നു. അതായത് ടി സി എസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ടി സി എസ് ഓൾമോസ്റ്റ് അറൌണ്ട് 3.94% ആണ് ടി സി എസ് മൂവ്മെന്റ് തന്നത്. അതുപോലെ ആ ഒരു സെക്ടേഴ്സിലെ ബാക്കി സ്റ്റോക്കുകളായ ഇൻഫോസിസ് അറൌണ്ട് 7.93% തന്നു. അതായത് ടി സി എസിന്റെ റിസൾട്ട് വളരെ പോസിറ്റീവ് ആയിരുന്നു. ടി സി എസിന്റെ റിസൾട്ട് പോസിറ്റീവ് ആയിരുന്നു. അതുപോലെ എച്ച് സി എൽ ടെക്കിന്റെ ഏർണിംഗ്സ് റിസൾട്ട് വളരെ പോസിറ്റീവ് ആയിരുന്നു. സോ അതുപോലെ തന്നെ വിപ്രോയും അറൌണ്ട് നമ്മൾ ലാസ്റ്റ് വീക്കിലെ വീഡിയോ നമ്മൾ സ്വിങ്ങിന് വേണ്ടി റെക്കമെൻഡ് ചെയ്തൊരു സ്റ്റോക്കാണ് വിപ്രോ. അതുപോലെ ഫ്രൈഡേ ഐ ടി സെക്ടർ വളരെ ഹെവി ആയിട്ടുള്ള ബുള്ളിഷ് മൂവ്മെന്റ് ആണ് ഐ ടി സെക്ടർ തന്നത്, എക്സ്പെഷ്യലി അതിലെ ഇൻഫോസിസ്. അതുപോലെ ആ ഒരു സെയിം ഡേ തന്നെയാണ് നമ്മുടെ സെയിം ഡേ അല്ല, അതിന് മുമ്പ് ആ ഒരു സെയിം വീക്ക് നമ്മുടെ ലാസ്റ്റ് വീക്ക് തന്നെയാണ് റിലയൻസിന്റെ ഓൾ ടൈം ഹൈ. റിലയൻസ് നല്ല രീതിക്ക് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ നോക്കി വെക്കേണ്ട കാര്യം, റിലയൻസിന്റെ ഏർണിങ്സ് ജനുവരി 19 വരുന്നുണ്ട്. സോ ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, റിലയൻസിനെ കൂടി ഒന്ന് റേഡാറിൽ വയ്ക്കുക. സോ വീണ്ടും നമ്മൾ നിഫ്റ്റിയിലേക്ക് പോവുകയാണെങ്കിൽ നിഫ്റ്റി ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തു. നിഫ്റ്റി ഇനി ഈ മൂവ്മെന്റ് സസ്റ്റെയിൻ ചെയ്യുമോ ഇല്ലേ എന്നുള്ളത് നമുക്ക് നോക്കാം. സോ നിഫ്റ്റിയുടെ ഇമ്പോർട്ടൻറ്റ് ലെവൽസ് നമ്മുടെ പ്രീവിയസ് ഡേ ലോ, അതുപോലെ പ്രീവിയസ് ഡേ ഹൈ ആൻഡ് അവർലിയിലേക്ക് പോകും. നമുക്ക് അതായത് മാർക്കറ്റ് നല്ല ട്രെൻഡിങ് മാർക്കറ്റ് ആണെങ്കിൽ നമുക്ക് പൊതുവെ ലെവൽസ് വരയ്ക്കാൻ ശകലം പാടാണ്. അതായത് നമ്മൾ നോർമൽ ഒരു കൺസോൾട്ടേഷൻ മാർക്കറ്റ് ഒക്കെ ആണ് ലെവൽസ് കുറച്ചുകൂടി ഈസിയാണ് വരയ്ക്കുന്നത്. പക്ഷെ നമ്മളൊരു ട്രെൻഡിങ് മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ലെവൽസ് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. ഓക്കെ, സോ ഡെയിലിയിൽ നിഫ്റ്റി മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഒരു പുൾ ബാക്ക് എടുത്തിട്ടാണ് നിഫ്റ്റി പോകുന്നതെങ്കിൽ വളരെ നല്ല ബുള്ളിഷ് മൂവ്മെന്റ്. സോ ടെക്നിക്കൽ വൈസ് എന്താണ് വളരെ നല്ല ബുള്ളിഷ് മൂവ്മെന്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് നിഫ്റ്റിയിൽ ഫെർദർലി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അവിടെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ നിഫ്റ്റിയിൽ നമ്മുടെ മൺഡേ നമ്മുടെ നെക്സ്റ്റ് വീക്കിലത്തെ ട്രേഡ് പ്ലാനും അതിന്റെ സോണുകളുമായിട്ട് പറയാതെ ഇത് നല്ല ഇമ്പോർട്ടൻറ്റ് സോണാണ് 50 മിനിറ്റിൽ ഈ ഒരു സോൺ. അതുപോലെ നമുക്ക് ഓൾ ടൈം ഹൈന് എന്ത് ചെയ്യാം, അവിടെ ഒരു സോൺ ആയിട്ട് വരയ്ക്കാം. ആൻഡ് ദിസ് വൺ ഈ ഒരു സോൺ. ഓക്കെ, സോ നിഫ്റ്റിയിൽ നമുക്ക് ഈ ഒരു വീക്ക് എന്ത് പറയാം, നമുക്ക് നമ്മൾ സാധാരണ നോർമൽ നമ്മുടെ പ്രീവിയസ് വീഡിയോസിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ സോണുകൾക്ക് അതായത് ഒന്നിൽ കൂടുതൽ ടച്ച് പോയിന്റുകൾ ഉണ്ടായിരുന്നു. അതായത് കുറച്ചും കൂടി കൺഫർമേഷനോട് കൂടി വളരെ നല്ല സോണുകളായിരുന്നു കഴിഞ്ഞ ഒരു മൂന്നാല് വീക്ക്ലി അനാലിസിസുകൾ നമ്മൾ നോക്കിയത്. ബട്ട് ഈ ഒരു വീക്ക്ലി അനാലിസിസിൽ നിഫ്റ്റിയുടെ എല്ലാ സോൺസിനും എന്താണ് അറൌണ്ട് 1 ടച്ച് പോയിന്റ് ഒക്കെ ഉള്ളൂ. ഓക്കെ, അതിനർത്ഥം സോൺ കൂടുതലെന്നാണോ? അല്ല, നമ്മുടെ നിഫ്റ്റിയിൽ അറൌണ്ട്, അതായത് മാർക്കറ്റ് ട്രെൻഡിങ് ആയ മാർക്കറ്റിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ സോൺ വരയ്ക്കാൻ പാടാണ്. ഇമ്പോസിബിൾ അല്ല, ബട്ട് എന്താണ് പാടാണ്. അതായത് കൺഫർമേഷനോട് കൂടിയ വളരെ നല്ല സോണുകൾ, അതായത് ടച്ച് പോയിന്റ്സ് കൂടുന്തോറും എന്താണ് സോണിന്റെ ആ ഒരു പ്രോബിലിറ്റി കൂടും. ബട്ട് ഇത് ഇൻ ദിസ് കേസ് നമുക്ക് ടച്ച് പോയിന്റ്സ് വളരെ കുറവാണ്. സോ നിഫ്റ്റിയുടെ ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഡേ ഹൈ തന്നെയാണ്. വളരെ എന്താണ് മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ലെവൽസ് ആണ് നമുക്ക് ഈ ഒരു വീക്ക് നമുക്ക് നിഫ്റ്റിയിലുള്ളത്. നമുക്ക് ഈ ട്രെൻഡ് ലൈൻ ഒന്ന് മാറ്റാം. ഓക്കെ, സോ നിഫ്റ്റിയുടെ ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ആയിട്ട് 21,922 28. അതുപോലെ ഞാൻ ഈ ഒരു ലെവലിന് വളരെ ചെറിയ പ്രോബിലിറ്റി കൊടുക്കത്തുള്ളൂ. കാരണം ജസ്റ്റ് നിഫ്റ്റി ഒന്ന് ഫുൾ ബാക്ക് എടുത്തിട്ട് കയറിപ്പോയ ഒരു
15 മിനിറ്റ് ടൈം ഫ്രെയിമിൽ പുൾ ബാക്ക് എടുത്തിട്ട് കയറിപ്പോയ വളരെ ചെറിയ ലെവലാണ്. കണ്ടോ, ജസ്റ്റ് അത് എന്താ ജസ്റ്റ് ഒരു 3 പോയിന്റിന്റെ റേഞ്ചേ ഉള്ളത്. 3 പോയിന്റേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതിനെ ശകലം കൂടി ഒന്ന് നല്ല ക്ലീൻ ട്രേഡ്സ് എടുക്കാനായിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് അതിന്റെ വിഡ്ത്ത് കുറച്ചും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കും. ഓക്കെ, അതായത് ഓൾമോസ്റ്റ് 10 പോയിന്റ്സ് 10 പോയിന്റ്സിന്റെ 15 മിനിറ്റ് കിട്ടിയൊരു സോണാണ്. അതുപോലെ നമ്മുടെ ഈ ഒരു സോണിൽ അറൌണ്ട് 789 800, അതുപോലെ പ്രീവിയസ് ഡേയിലോ 728 713. ഓക്കെ, സോ നിഫ്റ്റിയിൽ വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള വളരെ ചെറിയ സോണുകൾ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. നമുക്ക് ലെവൽസ് എന്ന് പറയാൻ അങ്ങനെ ലെവൽസ് നമുക്കൊരു പർട്ടിക്കുലർ പ്രൈസ് പോയിന്റ് എന്ന് പറയില്ല, പോയിന്റ് ആയിട്ട് നമുക്ക് ആകെയുള്ള പോയിന്റ് ആണ് 21,671 എന്ന് പറഞ്ഞ ആ ഒരു ലെവൽ. ഓക്കെ, സോ നിഫ്റ്റിയുടെ നമ്മുടെ ഈ ഒരു വീക്കിലത്തെ വ്യൂവും കൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ കമ്പയർ ടു ബാങ്ക് നിഫ്റ്റി ലാസ്റ്റ് ഫ്രൈഡേ ഓൾ ടൈം ഹൈ അങ്ങനെ ബ്രേക്ക് ചെയ്തിട്ടില്ല. ബാങ്ക് നിഫ്റ്റി എന്താണ് കുറച്ച് ഒരു 3-4 ആഴ്ചകളായിട്ട് എന്താണ് ബാങ്ക് നിഫ്റ്റിയും അത്യാവശ്യം കൺസോൾട്ടേഷനും കാര്യങ്ങളുമാണ്. ബാങ്ക് നിഫ്റ്റി അതായത് ലാസ്റ്റ് ഫ്രൈഡേ തന്ന ആ ഒരു ബുള്ളിഷ് മൂവ്മെന്റിൽ മേജർ കോൺട്രിബ്യൂഷൻ നടത്തിയ സെക്ടറാണ് IT. ബാങ്ക് നിഫ്റ്റി ബുള്ളിഷ് ആയിരുന്നു, അതായത് ഒരുപാട് ബുള്ളിഷ് ഒന്നുമില്ല, ജസ്റ്റ് എന്താണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്കുള്ള ഒരു ആക്റ്റീവ് ബയേഴ്സ് എന്തായിരുന്നു ബാങ്ക് നിഫ്റ്റിയുടെ സൈഡിൽ നിന്നുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ IT സെക്ടർ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം അറൌണ്ട് 5.14%, വളരെ നല്ല ബുള്ളിഷ് റാലിയാണ് IT സെക്ടർ തന്നിരിക്കുന്നത്. അതിന്റെ മെയിൻ കാരണം അതിനകത്തുള്ള ഹെവി വെയിറ്റുകൾ റിസൾട്ടും കാര്യങ്ങളൊക്കെ പോസിറ്റീവ് ആയതാണ് അതിന്റെ മെയിൻ കാരണം. സോ നിഫ്റ്റിയുടെ നമ്മുടെ ഫെർദർ വ്യൂ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ മേജർ ലെവൽസ് നമ്മൾ പ്ലോട്ട് ചെയ്തു. നിഫ്റ്റിയിൽ നെക്സ്റ്റ് എന്താണ് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരെ പോകേണ്ടത് ഓപ്പൺ ഇൻട്രസ്റ്റിലേക്കാണ്. സോ ഓപ്പൺ ഇൻട്രസ്റ്റ് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ എന്താണ്, പുട്ട് സെല്ലേഴ്സ് എന്താണ് വളരെയധികം സ്ട്രോങ് ആണ്. കോൾ സെല്ലേഴ്സിൽ ഒരു പറയത്തക്ക എന്താണ് ഒരു ഒരു അപ്ഹോൾഡിംഗ് ആയിട്ട് നിൽക്കുന്നത്, അതായത് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന റൈറ്റിങ്ങുകൾ നമുക്ക് എന്തില്ല, നമുക്കിപ്പോൾ കറന്റ് കോൾ ഓപ്ഷന്റെ സൈഡിലേക്ക് ഇങ്ങനെ കാണാനില്ല. അതുപോലെ PCR അത്ര ഓൾമോസ്റ്റ് 1.1 ഉണ്ട്. നമ്മൾ 10th നോക്കുമ്പോൾ നമ്മൾ 11-ാം തീയതി, അതായത് 11-ാം തീയതി എന്ന് പറയുമ്പോൾ വ്യാഴാഴ്ച നിഫ്റ്റിയുടെ എക്സ്പയറി ആയിരുന്നു, തേഴ്സ്ഡേ. സോ അന്ന് കോൾ റൈറ്റിംഗ് വളരെയധികം കൂടുതലായിരുന്നു. 12th ആയപ്പോൾ എന്തായി, പുട്ട് റൈറ്റിംഗ് വളരെയധികം സ്ട്രോങ് ആയിട്ട് കയറി വരുന്നുണ്ട്. സോ മാർക്കറ്റ് ഈസ് ബിക്കമിങ് ബുള്ളിഷ്. മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് റാലി ചെയ്യാം എന്നാണ് നമുക്ക് നമ്മുടെ ഇവിടുത്തെ ഡേറ്റ് നമുക്ക് പറഞ്ഞു തരുന്നത്. PCR ഓൾമോസ്റ്റ് 1.40 ഉണ്ട്. അതുപോലെ PCR ഓൾമോസ്റ്റ് 1.40 ആണെന്ന് നിഫ്റ്റിയുടെ കറണ്ട് PCR ആയിട്ട് കിടക്കുന്നത്. നമ്മൾ ചേഞ്ച് ഇൻ OI നോക്കുമ്പോൾ എവിടെയാണ് ഫുൾ ചേഞ്ച് കാണുന്നത്, പുട്ട് സെല്ലേഴ്സ് അവരുടെ പൊസിഷൻസ് കുറച്ചും കൂടി കൂട്ടിയിട്ടുണ്ട്. സോ മാർക്കറ്റ് നമുക്ക് വീണ്ടും മാർക്കറ്റിൽ നമുക്ക് എന്ത് തന്നെ എക്സ്പെക്ട് ചെയ്യാം, മാർക്കറ്റിൽ നമുക്ക് വീണ്ടും ഒരു ബുള്ളിഷ് മൊമെന്റം തന്നെ നമുക്ക് വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് നിഫ്റ്റി. ഓക്കെ, അതുപോലെ നമ്മൾ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ, ബാങ്ക് നിഫ്റ്റി വീക്ക്ലി ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തിട്ടില്ല. ബാങ്ക് നിഫ്റ്റി എന്താണ് സ്റ്റിൽ ആ ഒരു കൺസോളിഡേഷൻ ഫേസിലാണ് ബാങ്ക് നിഫ്റ്റി സ്റ്റിൽ കിടക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ നെക്സ്റ്റ് വീക്കിലത്തേനുള്ള ലെവലുകൾ നമ്മൾ നോക്കുമ്പോൾ 47,953 എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ലെവലാണ്. അതുപോലെ നമ്മുടെ പ്രീവിയസ് ഡേ ഹൈ, പ്രീവിയസ് ഡേയിലും ആൻഡ് അവർലിയിലേക്ക് പോവാം. അവർലി ചാർട്ടിൽ നമുക്കങ്ങനെ സ്പെസിഫിക് സോൺസ് ഒന്നും അങ്ങനെ ഇല്ല. നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് മാറ്റിയിട്ട് നമ്മൾ ഈ ഒരു കേസിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു ക്ലിയർ കട്ട് ലെവൽ എന്ന് പറയാൻ നമുക്ക് ഈ ഒരു പോയിന്റാണ്. ഓക്കെ, വളരെ ഒരു ക്ലിയർ കട്ട് ലെവൽ എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണെന്ന് 47,849 അതുപോലെ 871 അറൌണ്ട് 20 പോയിന്റ്സ്. ബട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു നല്ല ട്രേഡ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ മോസ്റ്റ്ലി ആ സോണിനെ കൺസിഡർ ചെയ്യേണ്ടത് ഈ ഒരു രീതിക്കാണ്. അതായത് ആ ഒരു സോണിന്റെ വിട്ട് ഓൾമോസ്റ്റ് വളരെയധികം കൂടുതലാണ്. ഓക്കെ, വളരെ കൂടുതലാണെന്ന് സോണിന്റെ ആ ഒരു വിട്ട് വരുന്നത്. അതുപോലെ ബാങ്ക് നിഫ്റ്റിയുടെ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലെവലായിട്ട് ഈ ഒരു പോയിന്റ്
47,619 644 അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണ്. അതുപോലെ ബാങ്ക് നിഫ്റ്റിയുടെ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോണാണ് നമ്മുടെ ഈ ഒരു ലെവൽ. ഓക്കെ, സോ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് നമ്മുടെ ഫ്രൈഡേ ഡോ ജോൺസ് ക്ലോസ് ചെയ്ത് ഓൾമോസ്റ്റ് 118 പോയിന്റ്സ് താഴെയാണ് ഡോ ജോൺസ് ക്ലോസ് ചെയ്തേക്കുന്നത്. സോ മൺഡേയിൽ നമുക്ക് എന്താ നിഫ്റ്റിയിൽ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ് നിഫ്റ്റി നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ കഴിയുന്നത്. ഒരു ഗ്യാപ്പ് ഡൗൺ ഗ്യാപ്പ് ഡൗൺ അല്ല, കാരണം നിഫ്റ്റി ഓൾമോസ്റ്റ് നല്ല പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് മൺഡേ എന്ത് എക്സ്പെക്ട് ചെയ്യാം? മൺഡേ നമുക്ക് നിഫ്റ്റിയിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ കഴിയുന്നത്. ആസ് നിഫ്റ്റി ഒരു വളരെ നല്ല പോസിറ്റീവ് ക്ലോസിംഗ് തന്നതുകൊണ്ട് നമുക്ക് മൺഡേ മോർണിംഗ് ബാക്കി കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് മൺഡേ കൃത്യമായിട്ടുള്ള വ്യൂ കിട്ടും. ഓക്കെ, സോ ബാങ്ക് നിഫ്റ്റിയുടെ ഇമ്പോർട്ടൻറ്റ് ലെവൽസ് നമ്മൾ പറയുകയാണെങ്കിൽ 48,022, അതുപോലെ നെക്സ്റ്റ് 47,871 849, അതുപോലെ 619 644, അതുപോലെ 390 412. നമുക്കിവിടെ ഒരു ട്രെൻഡ് ലൈൻ ഇല്ല, നമുക്ക് അവിടെ ഒരു ട്രെൻഡ് ലൈൻ നമുക്കിപ്പം കറന്റ് ഇല്ല. സോ നിഫ്റ്റിയിൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന വളരെ നല്ല ബുള്ളിഷ് മാർക്കറ്റാണ് നിഫ്റ്റിയിൽ കാണുന്നത്. നമുക്ക് നോർമലി അപ്സൈഡ് മൊമെന്റത്തിനൊക്കെ 22,000 ആണെങ്കിൽ കൂടി നമുക്കൊരു ഹൈ OI എക്സ്പെക്ട് ചെയ്യേണ്ടതാണ്. പക്ഷേ നിഫ്റ്റിയിൽ അങ്ങനത്തെ ഒരു ഓപ്പൺ ഇൻട്രസ്റ്റ് അങ്ങനെ ഒരു എന്താണ് ആ ഒരു 22,000 ഒരു സെല്ലേഴ്സിന്റെ പവർ നമുക്കൊന്നും അങ്ങനെ കാണാൻ പറ്റുന്നില്ല. മാർക്കറ്റ് അത്യാവശ്യം നല്ല രീതിക്ക് ബുള്ളിഷ് പോകാനുള്ള പോസിബിലിറ്റി എന്താണ് അവിടെ വളരെയധികം കൂടുതലാണ്. സോ നമ്മുടെ നെക്സ്റ്റ് ഇൻട്രാഡേ സ്റ്റോക്ക് ആയിട്ട് പറയുകയാണെങ്കിൽ അദാനി പോർട്ട് ഉണ്ട്. അദാനി പോർട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ട്രയാങ്കിൾ പാറ്റേൺ അദാനി പോർട്ട് ഫോം ആവുന്നുണ്ട്. സോ നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ പാറ്റേണിന്റെ ബ്രേക്ക്ഔട്ട് എന്ത് ചെയ്യാം? നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഒന്നെങ്കിൽ അപ്സൈഡ് അല്ലെങ്കിൽ എന്താണ് ഒരു ഡൗൺ സൈഡ് മൂവ്മെന്റ്. നമുക്കിതിൽ ഒരു ടാർഗറ്റുകൾ ആയിട്ട് നമുക്ക് നോർമലി പ്രിഫർ ചെയ്യാൻ പറ്റുന്നത് ജസ്റ്റ് എന്ത് ചെയ്യുക, 1:2 റിസ്ക് റിവാർഡ് മാത്രം മെയിൻറ്റെയിൻ ചെയ്താൽ മതി. കാരണം പാറ്റേൺ ബ്രേക്ക്ഔട്ട്സ് ആണ്. പാറ്റേൺ ബ്രേക്ക്ഔട്ട്സ് നോർമലി നമുക്ക് എത്രയാണോ പാറ്റേണിന്റെ ഹൈറ്റ് ആ രീതിക്ക് നമുക്കൊരു മൂവ്മെന്റ് കിട്ടേണ്ടതാണ്. ബട്ട് സ്റ്റിൽ അതിലേക്ക് പോകണ്ട. അതിന് വരെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു 1:2ന്റെ റിസ്ക് റിവാർഡ് കീപ്പ് ചെയ്ത് എന്ത് ചെയ്താൽ മതി, ബ്രേക്ക്ഔട്ട് ട്രേഡ്സ് അദാനി പോർട്ടിൽ ചെയ്താൽ മതി. ആൻഡ് നമ്മൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിലേക്ക് പോകുമ്പോൾ HAL HALനെ പറ്റി പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പൊട്ടൻഷ്യൽ ഉള്ള സ്റ്റോക്കാണ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ട് വളരെ ഹെവി പൊട്ടൻഷ്യൽ ഉള്ള സ്റ്റോക്സ് ആണ്. ഓൾമോസ്റ്റ് 3,000 സ്റ്റോക്ക് സ്പ്ലിറ്റ് നടന്ന് നേരെ 1,600 സംതിങ്ങിലേക്ക് പോയിട്ട് വീണ്ടും അതിന്റെ ഡബിളായി 3,000ലേക്ക് വീണ്ടും വന്നു HAL. സോ നമ്മൾ അതിൽ ഇമ്പോർട്ടൻറ്റ് ഒരു ഇൻട്രാഡേ ട്രേഡ്, വളരെ സിമ്പിൾ ട്രേഡാണ്. ജസ്റ്റ് ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ആണ് അതിൽ വരുന്നത്. ട്രെൻഡ് ലൈൻ ബ്രേക്ക് പ്ലസ് ആ ഒരു ബ്രേക്കിന്റെ താഴത്ത് നോക്കാവുന്ന ഒരു ഗ്യാപ്പ് കിടപ്പുണ്ട്. ഓക്കെ, സോ ജസ്റ്റ് ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ആണെന്ന് നമ്മുടെ ആ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ആണ് നമ്മുടെ ഇവിടുത്തെ ട്രേഡ് പ്ലാൻ. കുറച്ചുകൂടി സേഫ് ട്രേഡേഴ്സിന് എന്ത് ചെയ്യാം, കുറച്ചുകൂടി അഗ്രസീവ് അല്ലാത്ത കുറച്ചും കൂടി സേഫ് ആയിട്ടുള്ള ട്രേഡ് മതി എന്ന് പറഞ്ഞ ആൾക്കാർക്ക് എന്ത് ചെയ്യാം, 29,064 ശേഷം എന്ത് ചെയ്താൽ മതി, ഷോർട്ട് സെൽ ചെയ്താൽ മതി. ഓക്കെ, ആൻഡ് നമ്മളിതിൽ അപ്സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ലെവലിന് മുകളിൽ ഞാൻ കുറച്ച് പ്രോബിൾ ട്രേഡിന് താഴേക്കേ പറയുന്നുള്ളൂ. ബട്ട് സ്റ്റിൽ നമുക്ക് എന്താണ് മുകളിലേക്കാണ് നോക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 342 എബവ് ബൈ ചെയ്ത് ഓൾമോസ്റ്റ് ഒരു 374 വരെ എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയ ടാർഗറ്റ് നമുക്ക് HAL നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് നമ്മൾ നെക്സ്റ്റ് സ്റ്റോക്ക് ഇൻഫോ എഡ്ജിൽ ഞാൻ അവിടെയും ഒരു ബെയറിഷ് പ്ലാൻ ആണ് ഞാൻ ഇൻഫോ എഡ്ജിൽ കാണുന്നത്. വളരെ സിമ്പിൾ ട്രേഡ്, വളരെ മിനിമലിസ്റ്റിക് അല്ല, വളരെ സിമ്പിൾ ട്രേഡ്. ജസ്റ്റ് ഈ ഒരു സപ്പോർട്ട് സോൺ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു മിനിമം ടാർഗറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പോയിന്റ്, അതായത് ഓൾമോസ്റ്റ് നമുക്ക് അറൗണ്ട് ഒരു 1.15% ഒരു വളരെ ചെറിയൊരു ട്രേഡ്, അത് ചെറിയ ട്രേഡ് അല്ല, ഓൾമോസ്റ്റ് 1%ഓളം നമുക്ക് അവിടെ പ്രോഫിറ്റ്സ് കിട്ടുന്നുണ്ട്. സോ എന്താണ് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഷോർട്ട് സെല്ലിന്റെ ആ ഒരു ട്രേഡ് നമുക്ക് വേണമെങ്കിൽ ഇൻഫോ എഡ്ജിൽ എക്സിക്യൂട്ട് ചെയ്യാവുന്നതാണ്. ഒരു ബുള്ളിഷ് പ്ലാൻ അങ്ങനെ ഇൻഫോ എഡ്ജിൽ ഇല്ല. ഇൻഫോ എഡ്ജിൽ എന്താണ് ബെയറിഷ് പ്ലാൻ ആണ് നമ്മൾ ഇൻഫോ എഡ്ജിൽ നമ്മൾ നോക്കുന്നത്. ആൻഡ് ഇതിൽ ഇൻഫോ എഡ്ജിൽ ഒരു കാര്യം, അതായത് നമുക്ക് അറൗണ്ട് അത് സേഫ് ആണ്, കുഴപ്പമില്ല. അതായത് നമ്മൾ 5,300 എന്ന് പറയുന്ന ലെവൽ നോർമലി എന്താണ് സൈക്കോളജിക്കൽ ലെവലാണ്. സോ ഐ തോട്ട് അത് ഈ ഒരു ഏരിയയിലാണ് വരുന്നതെന്ന്. ബട്ട് സ്റ്റിൽ എന്താണ് നമ്മുടെ
സോണിൽ നമ്മുടെ പക്ക സോണിലാണെന്ത് 5300 എന്ന് പറഞ്ഞ ലെവൽ നിൽക്കുന്നത്. സോ അത് ബ്രേക്ക്ഔട്ട് ചെയ്ത് നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം? നല്ലൊരു ചെറിയ രീതിക്കുള്ള ഒരു ഡൗൺഫോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇൻഫോമെന്റിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ UPL ഞാൻ എടുക്കാൻ കാരണം UPL ഓൾമോസ്റ്റ് എന്താണ് ഒരു നല്ല രീതിക്കുള്ള ഒരു ഡൗൺഫോൾ കഴിഞ്ഞ് അത് UPL സ്ട്രക്ചർ നല്ല അടിപൊളിയാണ്, വളരെ നല്ല സ്ട്രക്ചറാണ് UPLനുള്ളത്. അപ്പം ഇവിടുന്ന് അപ്സൈഡ് പോവുകയാണെങ്കിൽ ആ ഒരു സ്വിംഗ് ലോ ബ്രേക്ക് ചെയ്തിട്ടാണ് അപ്സൈഡിലേക്ക് UPL പോകുന്നത്. ഇവിടെ ഞാൻ എന്താണ് ഒരു ബുള്ളിഷ് ട്രേഡാണ് ഞാൻ UPL പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, ഒരു ബുള്ളിഷ് ട്രേഡാണ് ഞാൻ UPL പ്രിഫർ ചെയ്യുന്നത്. സോ അറൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു 568 മുകളിലൊക്കെ ഒരു ബുള്ളിഷ് ക്ലോസും തരികയാണ് നമുക്ക് എന്ത് ചെയ്യാം? ഒരു 579 വരെ നമുക്ക് UPL എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അറൗണ്ട് 2%. അത് ഒറ്റ ദിവസം കൊണ്ട് കിട്ടത്തൊന്നുമില്ല. ഇറ്റ് മേ ടേക്ക് അബൌട്ട് 3 days. ഓക്കെ, UPL. നെക്സ്റ്റ് ഡിവിസ് ലാബും ആ രീതിക്കുള്ള ഏതാണ്ട് ആ രീതിക്കുള്ള സ്ട്രക്ചറാണ് ഞാൻ ഡിവിസ് ലാബിലും കണ്ടത്. ഡിവിസ് ലാബിൽ ഞാൻ എന്താണ് ഒരു ഷോർട്ട് സെൽ ട്രേഡാണ് ഞാൻ ഡിവിസ് ലാബിൽ എക്സ്പെക്ട് ചെയ്തത്. ഡിവിസ് ലാബിൽ ഷോർട്ട് സെൽ ട്രേഡ് അല്ലാതെ വേറൊരു വളരെ ചെറിയൊരു പ്ലാൻ ഉണ്ട്. ഈ ഒരു പാറ്റേൺ ബ്രേക്ക്ഔട്ട്, അതായത് പാറ്റേൺ ഞാൻ പറഞ്ഞ ലൈൻ ബ്രേക്ക്ഔട്ട്, ജസ്റ്റ് ഒരു ടച്ച് പോയിന്റ് കൊണ്ട് കിട്ടിയിട്ട് പിന്നെ അപ്സൈഡ് പോയി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വേണമെങ്കിൽ ഡിവിസ് ലാബിൽ ഒരു ബുള്ളിഷ് പ്ലാൻ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഡിവിസ് ലാബിൽ എക്സിക്യൂട്ട് ചെയ്യാം. ആൻഡ് ബി കെയർഫുൾ. അതായത് 3900 എന്ന് പറയുന്ന ആ ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ലെവലിൽ എന്ത് ചെയ്യാം? ഒന്ന് നോക്കുക. ആൻഡ് നമുക്കിത് UPL അല്ല, ഡിവിസ് ലാബ് ഡൗൺ സൈഡ് ആണ് പോകുന്നത്. നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം? UPL ഡൗൺ സൈഡ് ആണ് പോകുന്നതെങ്കിൽ നമുക്കൊരു ഫസ്റ്റ് ടാർഗറ്റ് അറൗണ്ട് 3809 നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് ഒരു സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് 3705 ആണെന്ത് നമ്മുടെ സെക്കൻഡ് ടാർഗറ്റ്. അത് പറയില്ല, സെക്കൻഡ് ടാർഗറ്റ് നമുക്ക് ഇവിടെ മതി. 3754 ആണെന്ത് നമ്മുടെ സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് വരുന്നത്. സോ നിഫ്റ്റിയുടെ ഈ ഒരു വീക്കിലത്തെ വ്യൂ നിങ്ങൾക്ക് മനസ്സിലായി വിശ്വസിക്കുന്നു. ആൻഡ് ദ ഇൻട്രാഡേ സ്റ്റോക്സ് വി ഡിസ്കസ്ഡ്. സോ നിഫ്റ്റി നല്ല ബുള്ളിഷ് ആണ്. ആൻഡ് സ്വന്തമായിട്ട് അനാലിസിസ് ചെയ്യുക, നല്ലതുപോലെ റിസ്ക് മാനേജ് ചെയ്യുക, നല്ലതുപോലെ പ്ലാൻ ചെയ്യുക, നല്ലതുപോലെ എല്ലാ ദിവസവും ചാർട്ടിന് ഫ്രണ്ടിൽ ഇരിക്കുക. ആൻഡ് ബി ഡിസിപ്ലിൻഡ്. Okay, so this is me, Anand, signing off, and thank you.